ആലപ്പുഴയിൽ കുട്ടികളെ സ്കൂളിന് പുറത്തിരുത്തി സമരവുമായി രക്ഷിതാവ്. കോഴിമുക്ക് ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല എന്നാരോപിച്ചാണ് പ്രതിഷേധം. കുട്ടികളെ ഇരുത്തുന്നത് 11 വർഷമായി അറ്റകുറ്റപ്പണി നടത്താത്ത ഓടിട്ട കെട്ടിടത്തിലാണ് എന്നാണ് ഇവർ പരാതിപ്പെടുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി. ഷാബാസ്, ഇപ്പോൾ ഓടിട്ട കെട്ടിടം നമ്മൾ കാണുന്നുണ്ട്. ആ കെട്ടിടത്തിന് അകത്ത് ഒരു അവസ്ഥ എന്താണ്? അവിടെ പഠിപ്പിക്കാൻ കഴിയില്ല എന്നാണോ ഈ രക്ഷിതാക്കൾ പറയുന്നത്? എന്താണ് അവരുടെ പ്രതികരണം? സ്മൃതി, ആലപ്പുഴ ജില്ലയിലെ എടത്വയിലെ കോഴിമുക്ക് 11ാം വാർഡിലെ LP സ്കൂളിലാണ് ഇത്തരത്തിലൊരു സമരം നടക്കുന്നത്. ഈ രണ്ട് കുരുന്നുകളെ വെയിലത്തിരുത്തിക്കൊണ്ടാണ് രക്ഷിതാവ് ഈ സമരത്തിന് മുതിർന്നത്. കാരണം പറയുന്നത്, ഈ പഴയ കെട്ടിടം 11 വർഷമായി അറ്റകുറ്റപ്പണി നടത്താത്ത ഓടിട്ട കെട്ടിടമാണ്. ഈ കെട്ടിടത്തിനുള്ളിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നതിൽ ഭേദം ഈ പൊരുവെയിലത്ത് കുട്ടികളെ ഇരുത്തുന്നതാണ് നല്ലതെന്നാണ് ഈ രക്ഷിതാവ് പറയുന്നത്. കാരണം പുതിയ കെട്ടിടം ഇപ്പുറത്ത് 60 ലക്ഷം രൂപ മുടക്കി പണിതിട്ടുണ്ട്. 2 മുറികൾ മാത്രമാണ് ആ 60 ലക്ഷം രൂപ മുടക്കിയ കെട്ടിടത്തിനുള്ളത്. അതിന് ഫിറ്റ്നസ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ പഴയ കെട്ടിടത്തിന് ഈ 11 വർഷമായി അറ്റകുറ്റപ്പണി നടത്താത്ത ഈ സീലിംഗ് അടക്കം പലതവണയായി അടർന്നു വീണ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലാതെയാണ് സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പ് തലേ ദിവസം ഒരു പേപ്പറിൽ സ്കൂൾ പരിശോധിക്കാതെ ഫിറ്റ്നസ് എഴുതി കൊടുക്കുക മാത്രമായിരുന്നു. ഇത് ഏത് സമയം വേണമെങ്കിലും തകർന്നു വീഴാമെന്ന അവസ്ഥയിലാണ്. ഇപ്പൊ ഈ രക്ഷിതാവ് നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. ഇവിടെ സ്കൂളിൽ അകത്തേക്ക് കയറാൻ പാടില്ല എന്നാണ് AEO അറിയിച്ചതെന്നാണ് ഇവിടുത്തെ പ്രധാന അധ്യാപിക പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഗേറ്റിന് പുറത്ത് നിൽക്കുകയാണ്. ഇപ്പൊ ഈ രക്ഷിതാവും അതുപോലെ തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഈ കുട്ടികളും ഇവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരത്തിൽ? നിരവധി ആൾക്കാരോട്, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള എല്ലാ ആൾക്കാരോടും നമ്മൾ ഇതിന്റെ പരാതികൾ പറഞ്ഞിരിക്കുന്നതാണ്. ഇതിനകത്തിൽ മുതിരാനുണ്ടായ കാര്യം 60 ലക്ഷം രൂപ മുടക്കി ഈ ബിൽഡിംഗ് പണി കഴിപ്പിച്ചിട്ട് വർഷം 3 2022 ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പിണറായി വിജയൻ ചെയ്തത്. പക്ഷേ ഈ 3 വർഷം കഴിഞ്ഞിട്ടും ആ ബിൽഡിങ്ങിന് പെർമിറ്റ് കിട്ടിയിട്ടില്ല. അതായത് പുതിയ ബിൽഡിംഗ് അങ്ങനെ തന്നെ കിടക്കുന്നു. പിന്നെ 50 വർഷത്തിന് മുകളിലായ ഈ ബിൽഡിങ്ങിലേക്കാണ് കുഞ്ഞുങ്ങളെ ഇരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തിലാണ് ഓട് പട്ടിക. കുട്ടനാട് മേഖല ആയതുകൊണ്ട് 2 വർഷം കൂടിയിരിക്കുമ്പോഴത്തേനും ഇതിന്റെ പട്ടികകൾ ചെതുക്കിച്ചു പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും ഓട് ഏത് നിമിഷവും വേണേലും താഴെ വീണാം. സാധാരണഗതിയിൽ ഇത് 2 വർഷം കൂടിയിരിക്കുമ്പോൾ ചെയ്യേണ്ടത് 13 വർഷത്തിന് മുകളിലായിട്ട് അവത്തിൽ തൊട്ടിട്ടില്ല ആരും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഫിറ്റ്നസ് കൊടുക്കാൻ നേരത്തെ, അതായത് ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോഴത്തേനും ഇതിന്റെ ഫിറ്റ്നസിന്റെ കാര്യം വന്നെന്ന് ചോദിച്ചാൽ അവർ വന്ന് നോക്കി എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ഫിറ്റ്നസ്. പരിശോധനയാണല്ലോ ഫിറ്റ്നസ്. നമ്മളിത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ചിട്ട് നമുക്ക് മൗനം ആചരിക്കാൻ, അടുത്ത വർഷം എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മൗനം ആചരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ PTA വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് വെളിയിൽ ഇറങ്ങി നിന്നത്. വെളിയിൽ ഇരുന്നവർ പഠിച്ചോട്ടെ, അതല്ലേ നല്ലത്. അവസ്ഥ വളരെ മോശമാണോ? ഏത് നിമിഷം വേണേലും അതിനകത്ത് തകർന്നു വീഴാം. കാരണം എന്താ വെച്ചാൽ ഇത് സീൽ ചെയ്ത് കവർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. മൊത്തത്തിൽ നമുക്ക് മനസ്സിലാകത്തില്ല. ആകെയുള്ള കുറച്ച് ഭാഗമാണ് അതിനകത്ത് കാണാനുള്ള. അതിനകത്തിലാണ് ഓട് പൊട്ടി നിൽക്കുക. ആ തെങ്ങാണ് ഇതിന് മുമ്പ് ഒരു തെങ്ങ് ഇതിന്റെ പുറത്തേക്ക് ഒടിഞ്ഞു വീണതുമാണ്. അവരോടും പരാതി പറഞ്ഞിട്ടും പ്രത്യേകിച്ച് അനക്കങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഷാബാസ്, ഇതിൽ എന്തുകൊണ്ടാണ് ഒരു രക്ഷിതാവ് മാത്രം ഈ സമരത്തിലേക്ക് നീങ്ങുന്നത്? ഇത് യഥാർത്ഥത്തിൽ സംഘടിപ്പിച്ച് ഒരുമിച്ച് നീങ്ങാവുന്ന ഒരു വിഷയമാണല്ലോ. മറ്റു രക്ഷിതാക്കൾ എന്താണ് പരാതിപ്പെടാനൊന്നും വരാത്തത്? സ്മൃതി, ഇതിൽ നമ്മൾ പ്രധാനാധ്യാപികയോട് സംസാരിച്ചിരുന്നു. പ്രധാനാധ്യാപിക ഇപ്പോൾ ഇവിടെ ഇല്ല. നമ്മൾ സംസാരിച്ചപ്പോൾ അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഈ സ്കൂളിന് ഫിറ്റ്നസ് നൽകാൻ പാകത്തിലുള്ള ഒന്നും ഈ പഴയ കെട്ടിടത്തിലില്ല. പക്ഷേ അവസാന സമയം വന്ന് ഫിറ്റ്നസ് പേപ്പറിൽ എഴുതി കൊടുക്കുക മാത്രമായിരുന്നു. ഈ പ്രധാനാധ്യാപിക തന്നെ സമ്മതിക്കുന്നുണ്ട്, ഈ പഴയ കെട്ടിടം അപകടാവസ്ഥയിലാണ്, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്ന് പ്രധാനാധ്യാപിക തന്നെ സമ്മതിക്കുന്ന സാഹചര്യമാണ്. പിന്നെ കൂടുതൽ ആളുകളൊന്നും ഈ സ്കൂളിന്റെ പേര് കളങ്കപ്പെടുത്തരുത് എന്ന് മുകളിൽ നിന്ന് നിർദ്ദേശമുള്ളതിന്റെ പേരിലാണ് പല രക്ഷിതാക്കളും ഇത് മിണ്ടാതിരിക്കുന്നത്. പുതിയ കെട്ടിടത്തിന് ഉടനെ ഫിറ്റ്നസ് ലഭിക്കുമെന്നാണ് പ്രധാനാധ്യാപകൻ നമ്മളോട് പറഞ്ഞത്. പക്ഷേ എന്നാലും ഈ പഴയ കെട്ടിടത്തിൽ എന്ത് വിശ്വസിച്ച് ഈ മഴയും കാറ്റും ഈ ഇടപെട്ട് വരുന്ന സമയങ്ങളിൽ ഇത്ര വെള്ളം കയറി ഈ കാറ്റടിച്ച് ഈ പട്ടിക ഉൾപ്പെടെ ദ്രവിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് വിശ്വസിച്ചാണ് ഈ കുട്ടികളെ ഇവിടെ ഇരുത്തുക എന്നാണ് ഈ രക്ഷിതാവ് ചോദിക്കുന്നത്. കാരണം തൊട്ടപ്പുറത്ത് ഒരു തെങ്ങ് ഈ കെട്ടിടത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട്. ഏത് സമയം നമ്മൾ പലതവണ പല സംഭവങ്ങളിൽ കണ്ടതാണ്. പലർക്കും മരണം സംഭവിച്ചതാണ്. എന്നിട്ടും ഈ കുരുന്നുകളെ എന്ത് വിശ്വസിച്ചാണ് ഈ സ്കൂളിനകത്ത് ഇരുത്തി പഠിപ്പിക്കുക എന്ന ഈ രക്ഷിതാവിന്റെ ചോദ്യത്തെ ഈ അധ്യാപകരും അതുപോലെ തന്നെ മറ്റുള്ള രക്ഷിതാക്കളും അടക്കം ശരിവെക്കുന്നുണ്ട്. പക്ഷെ അവരാരും പരസ്യമായ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇവർ പറയും സാങ്കേതിക കാരണങ്ങളാണ് പുതിയ കെട്ടിടത്തിന്റെ ഈ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് പ്രധാനാധ്യാപിക പറയുന്നത്. കാരണം ഇതിന് കൈവരി വെച്ചിട്ടില്ല പുതിയ കെട്ടിടത്തിന്. അതിനുള്ള 2.5 ലക്ഷം രൂപ അനുവദിച്ച ഫണ്ടിന്റെ അക്കൗണ്ട് മാറിപ്പോയി. അങ്ങനെ തുടങ്ങി വിവിധ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് പുതിയ കെട്ടിടം 3 വർഷമായി ഫിറ്റ്നസ് ലഭിക്കാതെ അവിടെ ഇരിക്കുന്നത്. ഇതിന്റെ 3 വർഷമായി ഇതിന് ഫിറ്റ്നസ് ലഭിക്കാത്തതുകൊണ്ട് കുട്ടികളെ അങ്ങോട്ട് മാറ്റാൻ കഴിയില്ല. ഈ 60 ലക്ഷം രൂപ പണിത
60 ലക്ഷം രൂപ മുടക്കി പണിത കെട്ടിടത്തിൽ ആകെയുള്ളത് 2 മുറിയാണ്. അതിലും ഇവർ വലിയ അഴിമതി ആരോപിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ 60 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഈ 2 മുറി മാത്രമായ ഒരു കെട്ടിടം പണിയാനാവുക എന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. ഈ 3 വർഷമായി ഫിറ്റ്നസ് ലഭിക്കാത്ത കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തിയാലും ഒരു മുറി ഇതിൽ ഓഫീസ് മുറിയായി ഉപയോഗിക്കുകയാണ്. ബാക്കി ഒരു മുറി മാത്രമാണ് ഇതിൽ അവശേഷിക്കുന്നത്. ഇതിലാണ് ഈ LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള സ്കൂളിലെ കുട്ടികളെ ഇരുത്തേണ്ടതെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അപ്പോൾ ഇതിന് എന്ത് വന്നാലും ഈ കെട്ടിടത്തിലേക്ക് മാറ്റിയാലും മുഴുവൻ കുട്ടികളെയും മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. 1-2 ക്ലാസുകൾ പരമാവധി അങ്ങോട്ട് മാറ്റാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ എങ്ങനെയായാലും കുറച്ച് കുട്ടികൾ ഈ പഴയ കെട്ടിടത്തിൽ തന്നെ ഇരുന്ന് പഠിക്കേണ്ട അവസ്ഥയാണ്. ഈ മഴയത്തും കാറ്റത്തും എന്ത് വിശ്വസിച്ച് ഇവരെ ഇങ്ങോട്ട് അയക്കുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ് സ്മിതി ഈ അവസരത്തിൽ. ശരി, ആലപ്പുഴയിൽ നിന്നുള്ള കാഴ്ചയാണ്. രക്ഷിതാവ് മക്കളുമായി വെയിലത്ത് നിന്നുള്ള പ്രതിഷേധമാണ്. പുതുക്കിയ കെട്ടിടത്തിലേക്ക് ക്ലാസുകൾ മാറ്റണമെന്ന ആവശ്യമായിട്ടാണ് ഈ പ്രതിഷേധം തുടരുന്നത്.